ഇന്നപ്പോൾ സ്കൂളില്ലാത്തത് കാരണം കണ്ണന് കല്യാണി കൂട്ടുണ്ട് കേട്ടോ. കളിക്കാനൊന്നും അവളങ്ങനെ നിൽക്കാറില്ല കണ്ണൻ്റെ കൂടെ. പക്ഷേ എവിടേക്കെങ്കിലുമൊക്കെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിൽ കല്ലു ഒന്ന് ചേട്ടൻ നോക്കിക്കോളോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് പോകാനായിട്ട് എനിക്കൊരാളുണ്ട്. ഞാൻ തുണിയിടാൻ എന്തെങ്കിലും മുകളിലേക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴേ നോക്കിക്കോളൂ അവൻ എന്തെങ്കിലും കുഞ്ഞു കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്ന് പറയട്ടെ, അമ്മ ഇതേ കണ്ണൻ ചേട്ടൻ കൈ കടിക്കാൻ പോയി, അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി, അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയൂ കേട്ടോ അവള്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു വെയിൽ കണ്ടതുപോലെ തോന്നിയിട്ട് എനിക്കാണെങ്കിൽ കുറേ തുണികൾ ഉണക്കിയെടുക്കാനുണ്ട്. നമ്മളവിടെ ഷീറ്റ് അടിച്ചതിൻ്റെ അടി നിറച്ച് തുണികൾ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറേ ദിവസം മുന്നത്തേക്കാണ് ഉണങ്ങി കിട്ടാണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണോന്ന് അറിയില്ല, കണ്ണൻകുട്ടി ഇന്ന് ഇത്തിരിച്ച് അവൻ്റെ പാമ്പറിൽ നിന്ന് ഇത്തിരി ലീക്കായതായിരുന്നു കേട്ടോ. യൂറിയ ബെഡ്ഷീറ്റിലൊക്കെ ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കൂടുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. അവന് അലർജിയുടെ പ്രശ്നമുള്ളത് കാരണം ബെഡ്ഷീറ്റ് കുറേ ദിവസങ്ങളിൽ നിൽക്കാറില്ല. എന്തായാലും 2 ദിവസം കൂടുമ്പോൾ മാറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ മഴ കാരണം 2 ദിവസം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവനിങ്ങനെ എന്തെങ്കിലും കുഞ്ഞു പണിയൊപ്പിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയേ നിവർത്തിയുള്ളൂ. അപ്പോൾ ബെഡ്ഷീറ്റ് ഉണങ്ങി കിട്ടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കുറേ സ്പേസും വേണമല്ലോ അതിനായിട്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണേ. പിന്നെ കണ്ണൻകുട്ടീനെ കല്യാണിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ തുണികളൊക്കെ കുറേയൊക്കെ എടുത്തിട്ട് ആ കിടക്കുന്ന തുണികളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടൊക്കെ ഉണക്കി കിട്ടി എനിക്ക്. പിന്നെ 2 ദിവസത്തെ ഇങ്ങനെ പിന്നത്തെയുള്ള തുണികളായിരുന്നു. ഞാൻ ഡ്രയറിൽ ഇട്ടിട്ട് ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. അത്രയധികം തുണികളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇപ്പോൾ മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും 2 നേരം കുളിച്ച് മാറും. അപ്പോൾ 4 ആളുടെയും 2 നേരം കുളിച്ച് മാറുമ്പോൾ തന്നെ അത്യാവശ്യം തുണികളായില്ലോ. അപ്പോൾ അങ്ങനെ തുണികൾ പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തുണികൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ അലക്കാനായിട്ട്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്തുമാത്രം തുണികൾ ഒരു ദിവസം അലക്കാനുള്ളതെന്ന്. പിന്നെ ഞാനിപ്പോൾ കല്ലിലൊന്നും അല്ലാട്ട് അലക്കുന്നത്, കുറേ നാളുകളായിട്ട് മെഷീനിൽ തന്നെ അലക്കുന്നത്. അപ്പോൾ കുറേ തുണികൾ എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടോ. ഉണങ്ങി കിട്ടിയപ്പോഴോ പിന്നെ അത് മടക്കി വയ്ക്കുന്നതായി പണി. പിന്നെ കുറേ നേരം മടക്കി വയ്ക്കാൻ നിന്നു. അപ്പോൾ തുണികൾ ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കിയെടുക്കുന്നത് കാരണേ ചെറുതായിട്ട് ഉറുമ്പുകൾ കയറിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൽ. അപ്പോൾ പിന്നെ അതൊക്കെ തട്ടിക്കുടഞ്ഞെടുക്കണം. ഞാൻ മുകളിൽ അഴ കെട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സ് വർക്കിൽ നിന്നപ്പോൾ എനിക്കതൊരു മണ്ടത്തരം പറ്റിപ്പോയിട്ട് എനിക്ക് അവരോട് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലുമൊക്കെ കുത്തി അഴയൊക്കെ ആക്കി തരാനായിട്ട് പറയായിരുന്നു. പക്ഷേ ഞാനത് എന്തോ ആ ടെൻഷൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തുണികൾ ഉണക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഉറുമ്പുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുണിയിൽ 1-2 ഉറുമ്പുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടിക്കുടഞ്ഞിട്ടാണ് ഞാൻ മടക്കി വയ്ക്കുന്നത് കേട്ടോ. പിന്നെ തട്ടിക്കുടഞ്ഞ തുണികളാണ് പിന്നെ റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് മടക്കി വയ്ക്കാനായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഉറുമ്പ് ബെഡിലൊക്കെ കയറി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ കണ്ണൻകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് തുണിയൊക്കെ മടക്കി വയ്ക്കുന്ന സമയത്ത് ഈ കണ്ണൻകുട്ടിയുടെ കുറേ വർത്താനങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ.